ഇന്നത്തെ വീഡിയോ ഒരു ചൂരയച്ചാറിൻ്റെ റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിനാവശ്യത്തിന് ഒരു 2.5 കിലോ ചൂര എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുക. അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്യാൻ എടുക്കുന്ന അതേ പൊടികൾ തന്നെ ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി ഇതൊന്ന് മിക്സ് ചെയ്യുന്നതിനായിട്ട് നമ്മൾ വിനാഗിരി ഒഴിച്ച് കൊടുക്കണം. ആ എടുക്കുന്ന മീൻ കണക്കാക്കി തന്നെ മുളക് പൊടി എടുക്കണം. ഒത്തിരി പൊടികളൊന്നും ചേർക്കണ്ട. മഞ്ഞൾപ്പൊടി ആയാലും കുരുമുളകൊക്കെ കുറച്ച് ചേർത്താൽ മതി. ഇതിപ്പോൾ ഞാൻ ഒഴിച്ചത് വിനാഗിരിയാണ് ഒഴിച്ചിരിക്കുന്നത്. ആ വിനാഗിരി ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് ഒരു 15 മിനിറ്റ് ഒന്ന് മീൻ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. ഇതിപ്പോൾ റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെച്ചതിന് ശേഷം നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിപ്പോൾ എടുത്തേക്കുന്നത് വെളിച്ചെണ്ണയാണ്, കൊക്കനട്ട് ഓയിലാണ് എടുത്തേക്കുന്നത്. നമുക്ക് നല്ലെണ്ണ എടുക്കാം. ഇതിപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് കൊക്കനട്ട് ഓയിലാണ്. ഇതുപോലെ മീൻ ഫ്രൈ ചെയ്തെടുക്കണം നമ്മൾ. ഈ എണ്ണയിൽ തന്നെ ഞാൻ വെളുത്തുള്ളി ഇഞ്ചിയും മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അത് ആ വീഡിയോ ഇതിൽ കട്ടായി പോയതുകൊണ്ട് കാണാൻ പറ്റത്തില്ല. ഈ വെളിച്ചെണ്ണയിൽ തന്നെ നമ്മൾ കുറച്ച് അധികം വെളുത്തുള്ളി എടുക്കണം, ഇഞ്ചി എടുക്കണം. ഇത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് വെളുത്തുള്ളി 2ആയിട്ട് കീറിയിടുക. ഇഞ്ചി അതുപോലെ തന്നെ കീറി ഇട്ട് കൊടുത്ത് ഇതൊന്ന് വെളുത്തുള്ളി ഇഞ്ചി മൂപ്പിച്ചെടുക്കണം. ഇതുപോലെ മൂപ്പിച്ചെടുക്കണം. ഇതിപ്പോൾ ഞാൻ കറിവേപ്പിലയും അതേ എണ്ണയിൽ തന്നെ ഇട്ട് ആ വെള്ളം ഒന്ന് വറ്റാൻ വേണ്ടിയിട്ടാണ് ഈ കറിവേപ്പില ഇതുപോലെ എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നത്. അച്ചാറൊക്കെ ആകുമ്പോൾ ഒത്തിരി ദിവസം ഇരിക്കാനുള്ളതല്ലേ. അത് മാറ്റിയിട്ട് അതേ എണ്ണയിൽ തന്നെ നമ്മൾ കടുകിട്ടു പൊട്ടിക്കും. കടുക് പൊട്ടി വന്നതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും അത് വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ട്. അത് പോരാഞ്ഞിട്ട് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും ആ എണ്ണയിലിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇത് ചെയ്യുമ്പോൾ നമുക്ക് ആ അച്ചാറിനൊരു ഗ്രേവി അല്ല, നമുക്കൊരു അരപ്പ് അങ്ങനെയൊക്കെ പറയാം, എന്തോ കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഒരു കൊഴുപ്പ് പോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് നന്നായിട്ട് അരച്ചത് നമ്മൾ ആ ഒരു എണ്ണയിലൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് കൊടുക്കണം. അതുപോലെ ഒരു ബ്രൗൺ കളറാവുന്നതിടം വരെ ഒന്ന് മൂപ്പിച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് അച്ചാറിന് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാം. അതേ മഞ്ഞൾപ്പൊടി, ഇതിപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടി 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടെടുത്തിട്ടുണ്ട്. മുളക് പൊടിയാണ് ഇടുന്നത്. നമ്മൾ എടുത്ത മീനിന് കണക്കാക്കി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാനൊരു 6-7 സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ചേർക്കുന്നത് കായപ്പൊടിയാണ്. നമ്മൾ എന്തുമായാലും അച്ചാറിന് കായം ചേർക്കുമല്ലോ, അതുപോലെ ഫിഷിന് നമ്മൾ കായം ചേർക്കണം. ആവശ്യത്തിന് ഉപ്പ്, ആ മസാലയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് ഉലുവാപ്പൊടിയും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം അതിൽ. എന്നിട്ട് ഇതുപോലെ നമ്മൾ ആ ഇഞ്ചിയും വെളുത്തുള്ളിയും എണ്ണയിലൊന്ന് മൂപ്പിച്ചില്ലേ, അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഈ പൊടികളും ചേർക്കുന്നത്. ഇതുപോലെ ആ ഒരു അരപ്പിൻ്റെ പച്ചമണം മാറാൻ വേണ്ടിയിട്ട് ആ എണ്ണയിലൊന്ന് വഴറ്റിയിട്ട് ഇതിപ്പോൾ ഉപ്പാണ് ചേർത്ത് കൊടുത്തത്. ഈ ഒഴിക്കുന്നത് ഞാൻ വിനാഗിരിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വിനാഗിരി ഒഴിച്ചു കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആവശ്യത്തിനനുസരിച്ച് നമുക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം.
ഇതിപ്പം പുറത്തോട്ട് കൊണ്ടുപോകാനുള്ളത് കൊണ്ട് അധികം എണ്ണയായാലും വിനാഗറായാലും കുറച്ചേ ചേർക്കുന്നുള്ളൂ. ഇതിപ്പോൾ വിനാഗർ ചേർത്ത് അത് നന്നായിട്ടൊന്ന് അരപ്പൊന്ന് ലൂസാക്കിയിട്ടുണ്ട്. ഈ അരപ്പൊന്ന് തിളച്ച് വന്നപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച വെളുത്തുള്ളി, കറിവേപ്പ്, ഫിഷ് ഇതെല്ലാം ചൂര ഫ്രൈ ചെയ്തത് എല്ലാം കൂടി ഇതിലൊന്ന് അരപ്പിലൊന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വിനാഗറും ചേർത്ത് കൊടുക്കാം. നമുക്ക് ഗ്രേവി അനുസരിച്ച് നമുക്ക് ഇതിൽ വിനാഗർ ചേർത്ത് ഇതിൽ വെള്ളമേ ചേർക്കരുത്. ഈ ഒത്തിരി നാൾ വരെ നമുക്കിത് വെക്കാൻ പറ്റും. ഒരു കേടും വരാതെ കുറേ നാൾ വരെ ഇത് ഈ അച്ചാറിരിക്കും. ഇതിങ്ങനെ വേണേലും എടുക്കുക. ഇതിലേക്ക് ഗ്രേവി ആയിട്ട് വേണമെങ്കിൽ അതിന് വിനാഗർ തന്നെ ചേർത്ത് കൊടുക്കാവുള്ളൂ. പിന്നെ എണ്ണയും അത്യാവശ്യം എണ്ണയും ചേർത്ത് കൊടുക്കാം. ഇതിപ്പം ഞാൻ പുറത്ത് കൊണ്ടുപോകാനുള്ളത് കൊണ്ടാണ് ഇതിൽ എണ്ണയൊക്കെ കുറച്ചാക്കിയത്. എണ്ണയെല്ലാം ഞാൻ ഇതിൽ കുറച്ചാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിപ്പം ഞാൻ തണുത്തതിന് ശേഷമുള്ളതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ചൂര അച്ചാർ.